ഇന്ന് നമുക്ക് ഉണ്ടാക്കാൻ പോകുന്ന ഒരു സ്നാക്കാണ്. സ്നാക്ക് പൂനെയിലും ഗുജറാത്തിലും ഏറ്റവും ഫേവറേറ്റ് ആയ ഒരു സ്നാക്കാണ് ബാക്കർവടി. ഹലോ, എല്ലാവർക്കും നമസ്കാരം. ഞാൻ ലിസി കിച്ചൺ വ്ലോഗിലേക്ക് ഏവർക്കും സ്വാഗതം. വീഡിയോയിലേക്ക് പോകുന്ന മുമ്പേ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം, ഷെയർ, ലൈക്ക് ചെയ്യണം, ബെല്ലൈക്കൺ ബട്ടൺ അമർത്തണം. അതുണ്ടാക്കുന്നത് എങ്ങനെയെന്ന് നമുക്ക് നോക്കാം. നേരെ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. അതിനു വേണ്ടി എടുത്തിട്ടുള്ളത് 1 കപ്പ് മൈദ, 2 സ്പൂൺ കടലമാവ്, അയമോദകം 1/2 സ്പൂൺ എന്നിവ ഇടാം. ഇനി ഇതിലോട്ട് ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലോട്ട് നമ്മൾ എണ്ണ ചൂടാക്കി 1/2 കപ്പ് എണ്ണ ചൂടാക്കി വെച്ചിട്ടുണ്ട്. അത് നമുക്ക് ഇതിലോട്ട് ഇട്ട് കൊടുക്കാം, ഇളക്കി കൊടുക്കാം. ചൂട് എണ്ണ എന്തിനാണ് ഇടണമെന്ന് വെച്ചാൽ അതൊരു ഒരുപാട് നാൾ ഇരിക്കേണ്ടതാണിത്. അതിന്റെ ക്രിസ്പിനെസ് പോവാതിരിക്കാൻ വേണ്ടിയാണ് ഈ ചൂടെണ്ണ ഇടുന്നത്. നല്ല ഒരു സ്പൂൺ വെച്ച് ഇളക്കി കൊടുക്കാം. ഇതിന്റെ ചൂട് ഒരുവിധം പോയി, ചെറിയ ചൂടേ ഉള്ളൂ. അപ്പൊ നമുക്ക് കൈ കൊണ്ട് ഇതിനെ ഒന്ന് മസാജ് ആക്കി കൊടുക്കാം. എണ്ണയല്ലേ ഒഴിച്ചേക്കണത്, അപ്പൊ എണ്ണ ഇതിലോട്ട് തേച്ച് പിടിപ്പിക്കാം ഈ മാവിലോട്ട്. അത് കഴിഞ്ഞതിന് ശേഷം നമുക്ക് കുറേശ്ശെ വെള്ളം ഒഴിച്ച് ഇതൊന്ന് കുഴച്ചെടുക്കാം. വെള്ളം കൂടിപ്പോവരുത്. ഈ ബാക്കർവടി എന്നത് നമ്മളെ നാട്ടിലെ പക്കാവട ഉണ്ടല്ലോ, അതേപോലത്തെ ഒരു സ്നാക്കാണ്. ഒരുപാട് വെള്ളം കൂടിപ്പോവരുത്. ഇതേപോലെ കട്ടിയായിട്ട് നല്ല രീതിയിൽ കുഴച്ചെടുക്കാം. ഇത് നമുക്ക് ഒരു പാത്രത്തിലോട്ട് അടച്ച് 10 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. മാവ് 10 മിനിറ്റ് റെസ്റ്റ് ആക്കാൻ വെച്ചിട്ടുണ്ട്. ആ സമയത്തിന് നമുക്ക് ഇതിന്റെ ഫില്ലപ്പ് റെഡിയാക്കാം. അതിലോട്ട് നമുക്ക് 1 സ്പൂൺ മല്ലി ഇട്ട് കൊടുക്കാം, 1/2 സ്പൂൺ പെരുംജീരകം, 1/2 സ്പൂൺ ജീരകം, 1/2 സ്പൂൺ എള്ള്. ഞാൻ ഇപ്പൊ വെളുത്ത എള്ളാണ് എടുത്തേക്കണത്, കറുത്ത എള്ളായാലും കുഴപ്പമില്ല. ഇതെല്ലാം കൂടി ഇട്ട് ഇളക്കി കൊടുക്കാം. ഇതിലോട്ട് നമുക്ക് 1/2 കപ്പ് തേങ്ങ ഇട്ട് കൊടുക്കാം, ഇളക്കി കൊടുക്കാം. ഇതിന്റെ കളർ ഒന്ന് മാറി തുടങ്ങി, കരിഞ്ഞു പോരുത്. ഇതേപോലത്തെ ഒരു കളറ് വേണം. ഇത് റെഡിയായി. എന്നിട്ടിനി ഇത് തണുക്കാൻ വെക്കാം. തണുത്ത് കഴിഞ്ഞതിന് ശേഷം നമുക്ക് മിക്സറിലിട്ട് ഒന്ന് അടിച്ചെടുക്കാം. ഇത് തണുത്ത് കഴിഞ്ഞു. ഇനി മിക്സറിന്റെ ജാറിലോട്ട് ഇത് നമുക്ക് മാറ്റാം. ഇനി ഇതിലോട്ട് 1/2 സ്പൂൺ മുളക് പൊടി ഇടാം, 1/2 സ്പൂൺ ഗരം മസാല പൊടി, 1 സ്പൂൺ പഞ്ചസാര. ഈ പഞ്ചസാര എന്തിനാന്ന് വെച്ചാൽ ഈ ബാക്കർവടി എന്നുള്ളത് പുളിപ്പും മധുരവും ഒരു എരിവും ഉള്ള ഒരു സ്നാക്കാണ്. ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി ഇതൊന്ന് മിക്സിയിലിട്ട് അടിച്ചുകൊണ്ടുവരാം. ഇത് മിക്സറിലിട്ടൊന്ന് അരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊരു പാത്രത്തിലോട്ട് മാറ്റാം. ഇതേപോലെ പൗഡറായിട്ട് വരും. മസാല റെഡി ആയി കഴിഞ്ഞു. റെസ്റ്റ് ചെയ്യാൻ വെച്ച മാവാണിത്. 10 മിനിറ്റ് കഴിഞ്ഞു. ഇനി നമുക്കിതിനെ നല്ലതുപോലെ ഒന്നുകൂടെ ഇങ്ങനെ കുഴച്ചെടുത്തതിന് ശേഷം 3 പാർട്ടായിട്ട് മാറ്റാം. ബാക്കി 2 പാർട്ട് എടുത്ത് വേറൊരു പാത്രത്തിലോട്ട് വെക്കാം. ഇനി ഇത് നമ്മൾ ചപ്പാത്തി പരത്തി എടുക്കും പോലെ അത്ര നൈസ് ആവരുത്, ഒന്ന് പരത്തിയെടുക്കാം. ഇങ്ങനെ വന്നിട്ടുണ്ട്. ഇനി നമുക്കൊരു ചപ്പാത്തി കുഴൽ വെച്ച്, ഇതേപോലത്തെ ഒരു കുഴൽ വെച്ച് നമുക്കിത് പരത്തിയെടുക്കാം. ഇതേപോലെ പരത്തി കൊടുക്കാം. മധ്യം മാത്രം ഒന്ന് നൈസാക്കി പരത്തണം. സൈഡ് നമുക്ക് കട്ട് ചെയ്ത് മാറ്റിയെടുക്കാം. ഇതേപോലെ മധ്യം. ഒരുപാട് ഇതേപോലത്തെ തിക്നെസ് വേണം. ഒരുപാട് നൈസും ആവരുത്, ഒരുപാട് കട്ടിയാവരുത്. ഇതേപോലത്തെ തിക്നെസ്സിൽ പരത്തി കൊടുക്കണം. അടിയിൽ ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടി കുറച്ച് മാവ് തേച്ച് കൊടുക്കണം. ഇനി ഇതിലോട്ട് ഇത് പുളി തിക്കായിട്ട്
പിഴിഞ്ഞ് വെച്ചേക്കുന്നതാണ് പുളിയുടെ രസം. അതൊന്ന് തേച്ച് കൊടുക്കാം. പുളിയുടെ രസം തേച്ച് പറ്റിച്ചിട്ടുണ്ട്. ഇനി ഇതിലോട്ട് നമുക്ക് നേരത്തെ പൊടിച്ചു വെച്ചേക്കണ ആ മസാല ഒരു ചെറിയ ലെയറായിട്ട് ഇട്ട് കൊടുക്കാം. ആ മസാല പൗഡർ ഇതിന്റെ മുകളിലോട്ട് ഇട്ട് കഴിഞ്ഞു. ഇനി നമുക്ക് ഇതിലോട്ട്, ഇവിടെ പറയുന്നത് ഷേവെന്നാണ്, നാട്ടിലെ നമ്മളാ എരിവില്ലാത്ത മിച്ചറില്ലേ, അതായാലും മതി. ബോംബെ മിച്ചർ എന്നൊക്കെ പറയണ യെല്ലോ കളറിന്റെ മിച്ചർ, അതായാലും മതി. അതൊന്ന് ഇട്ട് കൊടുക്കാം. ഇതില്ലെങ്കിലും കുഴപ്പമില്ല. എന്നിട്ട് നമുക്ക് ഈ ചപ്പാത്തി കുഴൽ വെച്ച് ഒന്ന് പ്രസ്സാക്കി കൊടുക്കാം. എല്ലായിടത്തും മസാല പിരളാനാണ് ഇത് ഇങ്ങനെ ചെയ്യുന്നത്. ഇത് റെഡി ആയി കഴിഞ്ഞു. ഇത് ഒരു സൈഡിൽ നിന്ന് ഇങ്ങനെ ഇങ്ങനെ പിടിച്ച് റോളാക്കി അമർത്തരുത്. ഇങ്ങനെ രണ്ട് സൈഡിൽ നിന്ന് ഇങ്ങനെ റോളാക്കി കൊണ്ടുവരാം നമുക്ക്. ഇതേപോലെ ആയി. അതെടുത്ത് മധ്യത്തിലോട്ട് വെക്കാം. സൈഡ് കട്ട് ചെയ്ത് മാറ്റിയെടുക്കാം. ഇതേപോലെ ചെറിയ ചെറിയ പീസാക്കിയിട്ട് ഇതേപോലെ എടുത്ത് ഒന്നിങ്ങനെ ഒന്ന് പ്രസ്സാക്കി കൊടുക്കാം. ഇങ്ങനെ പ്രസ്സാക്കി രണ്ട് സൈഡും മാറ്റി വെക്കാം. 1 ഇഞ്ച് നീളത്തില് ഇത് മുറിച്ചെടുക്കാം. ഇത് ചെറുതായിട്ട് നമുക്ക് ഇതിന്റെ പകുതിയാക്കാം, വലുതായിട്ടും എടുക്കാം. ഇപ്പം വലുതായിട്ടും എടുത്തിട്ടുണ്ട്, ചെറുതായിട്ടും എടുത്തിട്ടുണ്ട്. ഇത് നമ്മളിപ്പോൾ കട്ടാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിതിൽ എണ്ണയിലോട്ടിട്ട് ഫ്രൈ ആക്കി കോരിയെടുക്കാം. എണ്ണ ഒന്ന് ചൂടാക്കിയതിന് ശേഷം ലോ ഫ്ലെയിമിലെ ഇട്ട് കോരിയെടുക്കാവൂ. ഏകദേശം ഒരു 5 മിനിറ്റെങ്കിലും ഇതിന് വേവാൻ കൊടുക്കണം. എണ്ണ ചൂടായി കഴിഞ്ഞു. ഈ എണ്ണയിലോട്ട് ഓരോന്നോരോന്നായിട്ട് എടുത്തിടാം. ബാക്കറവടി റെഡിയായി കഴിഞ്ഞു. എൻ്റെ ഈ വീഡിയോ ഇഷ്ടമായ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. ബെല്ലൈക്കൺ ബട്ടൺ അമർത്തണം. എങ്കിൽ മാത്രമേ ഞാൻ ഇടുന്ന പുതിയ വീഡിയോകൾ നിങ്ങൾക്ക് കാണാൻ പറ്റുകയുള്ളൂ.